ഹായ് ഓൾ, ഫെറ്റ്ലയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് IoT അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. ഇപ്പോൾ ഇത് മനസ്സിലാക്കാൻ നമുക്കൊരു ചെറിയ സിനാരിയോ കൺസിഡർ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ അത്യാവശ്യമായിട്ട് എവിടേക്കെങ്കിലും പോകുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ പോകുന്ന വഴിക്ക് പെട്ടെന്ന് നിങ്ങൾക്കൊരു സംശയം, നിങ്ങളുടെ AC ഓഫ് ആക്കിയോ ഇല്ലയോ എന്നൊരു സംശയം വന്നു. അപ്പോൾ ഇതിൻ്റെ ആ AC സ്റ്റാറ്റസ് അറിയാൻ നമുക്ക് നമ്മുടെ ഫോൺ വഴി അറിയാൻ സാധിക്കുമെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ ഈ ഒരു ടെക്നോളജിയെ പറയുന്ന പേരാണ് IoT. അപ്പോൾ കുറച്ചു കാലം മുമ്പ് വരെ നമ്മുടെ ഇൻ്റർനെറ്റിലേക്കുള്ള ആക്സസ് നമ്മുടെ ഡിവൈസിനൊക്കെ വളരെ പരിമിതമായിരുന്നു. അതായത് നമ്മുടെ ലാപ്ടോപ്പ്, നമ്മുടെ ഫോൺ, അങ്ങനെയുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള ഡിവൈസിന് മാത്രമേ ഇൻ്റർനെറ്റിലേക്ക് ആക്സസ് ഉള്ളായിരുന്നു. പക്ഷേ ഈ IoTയുടെ വരവോടുകൂടെ, അതായത് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സിൻ്റെ വരവോടുകൂടെ നമ്മുടെ വീട്ടിലെ സകല ഉപകരണങ്ങൾക്കും, അതായത് മിക്ക ഉപകരണങ്ങൾക്കും ഇൻ്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് റിമോട്ടായിട്ടുകൊണ്ട് തന്നെ നമുക്കതിനെ കൺട്രോൾ ചെയ്യാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ IoT എന്ന് വെച്ച് കഴിഞ്ഞാൽ? അപ്പോൾ ഈ IoT എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ഡിവൈസുകൾ തമ്മിലുള്ള ഒരു കണക്ഷനാണ്. അതായത് നാം പറഞ്ഞ ഇപ്പോൾ എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സ്മാർട്ട് വാച്ച് എടുക്കാം. അതേപോലെ തന്നെ സ്മാർട്ട് AC കാര്യമാണെങ്കിലും, അതേപോലെ തന്നെ ഗൂഗിൾ ഹോം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ലൈറ്റ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് പല ഡേറ്റയും കാര്യങ്ങളും ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്ന ആ ഒരു ടെക്നോളജിയെ പറഞ്ഞ പേരാണ് IoT. ഇതിന് ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ സ്മാർട്ട് ഹോം തന്നെയാണ്. സ്മാർട്ട് ഹോം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ AC, അതേപോലെ തന്നെ സെക്യൂരിറ്റി അലേർട്ട് സിസ്റ്റം, അതേപോലെ തന്നെ പല സിസ്റ്റങ്ങളുണ്ടല്ലോ, വാട്ടർ ഹീറ്റർ, തെർമോസ്റ്റാറ്റ്, അങ്ങനെയുള്ള നമ്മുടെ വീട്ടിലെ പല ഉപകരണങ്ങളും തമ്മിൽ എല്ലാം കണക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആ ഡിവൈസിനെ എല്ലാം നമ്മുടെ ഫോൺ വഴി കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്ക് ആ ഡിവൈസുകളുടെ എല്ലാ ഇൻഫർമേഷന് ജസ്റ്റ് ആ ഫോൺ വഴി നമുക്കറിയാൻ സാധിക്കും. ജസ്റ്റ് അതിൻ്റെ നേരിട്ട് അവിടെ പോയി അതിൻ്റെ സ്റ്റാറ്റസ് നോക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഫോണിൽ അത് കണക്റ്റഡ് ആണെങ്കിൽ അതിൻ്റെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നൊക്കെ ഫുൾ നമുക്ക് ആ ഫോൺ വഴി തന്നെ അനലൈസ് ചെയ്യാൻ സാധിക്കും. കുറച്ചു കാലം മുമ്പ് വരെ നമുക്ക് നമ്മുടെ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് ഒരാൾക്ക് മറ്റൊരാളെ തമ്മിൽ കണക്ട് ചെയ്യാൻ സാധിക്കും, അല്ലേ? ഫോൺ വിളിക്കാം, വാട്സപ്പ് മെസ്സേജ് ചെയ്യാം, അങ്ങനെയുള്ള പല കാര്യങ്ങളും സാധിക്കുമായിരുന്നു. ഈ IoTയുടെ വരവോടുകൂടെ ഞാൻ ഈ പറഞ്ഞ പല സിസ്റ്റങ്ങളും തമ്മിൽ കണക്ട് ചെയ്ത് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. നമുക്കൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഇപ്പം നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമ്മൾ അലാറം അടിക്കുകയാണ്. ഈ അലാറം അടിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ വിൻഡോ തനിയെ ഓപ്പൺ ആവുകയാണ്, അതായത് കർട്ടൻ തനിയെ ഓപ്പൺ ആവുകയാണ്. IoTയുടെ കാര്യമാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ കോഫി മെഷീനിൽ കോഫി മേക്കറിൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ടാവും. അതോടൊപ്പം തന്നെ നമ്മുടെ വാട്ടർ ഹീറ്ററും ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ടായി വെള്ളം ചൂടാവും. ഇതിങ്ങനെ പറയുമ്പോൾ കേൾക്കാൻ നല്ല രസമുണ്ടെങ്കിലും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പല കാര്യങ്ങൾ ഒരേ ടൈമിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ, അലാറം അടിക്കുമ്പോൾ അവിടെ നിന്നൊരു ഡാറ്റ ട്രാൻസ്ഫർ ആവും. ഇതുപോലെ അലാറം അടിച്ചു, ഇതുപോലെ വിൻഡോ ഓപ്പൺ ആവുന്നൊരു ഡാറ്റ അങ്ങോട്ട് ട്രാൻസ്ഫർ ആവും. അപ്പോൾ തന്നെ ആയിരിക്കും നമുക്ക് കോഫി മെഷീനിലേക്കോ അടുത്ത ഡാറ്റ ട്രാൻസ്ഫർ ആവുന്നത്. അപ്പോൾ ഇതെല്ലാം തമ്മിൽ ഇൻ്റർ കണക്റ്റഡ് ആണ്. ഒന്ന് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ പോകും, അത് പ്രവർത്തിക്കും. അങ്ങനെ ഒരു ഇൻ്റർ കണക്ഷൻ ഓഫ് ദീസ് ഡിവൈസ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഈ IoT ഡിവൈസസ് ഉള്ളത് മെയിനായിട്ട് 2 ടൈപ്സാണ്. ഒന്ന് പറയുന്നത് ജനറൽ ഡിവൈസും അതേപോലെ തന്നെ സെൻസർ ഡിവൈസും. അപ്പോൾ ഈ ജനറൽ ഡിവൈസ് ആണ് നമ്മുടെ ഡേറ്റ ഹബിൻ്റെയും ഇൻഫർമേഷൻ എക്സ്ചേഞ്ചിൻ്റെയും മെയിൻ കമ്പോണൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് വയേർഡ് ആവാം, അല്ലെങ്കിൽ വയർലെസ് ഇൻ്റർഫേസ് വഴിയും കണക്ട് ചെയ്യപ്പെടുന്നതായിരിക്കും. ഇതിനുള്ള പെർഫെക്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് തന്നെ ഞാൻ മുമ്പ് പറഞ്ഞ നമ്മുടെ സ്മാർട്ട് ഹോമാണ്. അതായത് സ്മാർട്ട് ഹോമിൽ അടങ്ങി വരുന്ന ഹോം അപ്ലയൻസസ് ആണ് ഇതിനെ പറ്റിയ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് തന്നെ. സെൻസിങ് ഡിവൈസ് എന്ന് പറയുന്നത് മെയിനായിട്ട് സെൻസർ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് കാര്യങ്ങൾ സെൻസ് ചെയ്യുന്ന എബിലിറ്റി ഉള്ള ഡിവൈസസ്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ടെമ്പറേച്ചർ സെൻസർ ചെയ്യുക, അതുപോലെ ഹ്യൂമിഡിറ്റി, അങ്ങനെയുള്ള പല കാര്യങ്ങളും സെൻസ് ചെയ്യുന്ന സെൻസേഴ്സാണ് ഇതിൻ്റെ കീഴിൽ വരുന്നത്. അപ്പോൾ ഈ IoT ഡിവൈസസ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ സ്മാർട്ട് ഹോമിൽ വരുന്ന പല ഡിവൈസസും നമ്മുടെ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് ഗേറ്റ് വേസ് വഴിയാണ്. ഈ ഗേറ്റ് വേസ് എന്താ ചെയ്യുന്നത്? നമ്മുടെ സെൻസേഴ്സ് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ സെൻസർ ചെയ്യുന്ന സെൻസേഴ്സ്, ആ സെൻസേഴ്സിൻ്റെ പക്കൽ നിന്നും ഡേറ്റ കളക്ട് ചെയ്തിട്ട് ഈ ഡേറ്റ എല്ലാം ഒരുമിച്ച് ക്ലൗഡിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ ക്ലൗഡ് എന്ത് ചെയ്യും? ഈ കിട്ടിയ ഡാറ്റ എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാനും പ്രോസസ്സ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഈ ഡാറ്റ എല്ലാം ഒരു ഹിസ്റ്ററി പോലെ സേവ് ചെയ്ത് വെക്കും. അതായത് ഫ്യൂച്ചറിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമ്പോൾ ഈ മുമ്പ് നടന്ന കാര്യങ്ങളിൽ നിന്ന് അതിന് പഠിച്ച് അത് ഓട്ടോമാറ്റിക്കായിട്ട് കാര്യങ്ങൾ ചെയ്യും.
അപ്പോൾ ഈ IoTയുടെ വർക്കിംഗ് നിങ്ങൾക്ക് ലേശം കൺഫ്യൂസിങ് ആണെന്നറിയാം. ഇത് മനസ്സിലാക്കാൻ നമുക്കൊരു ചെറിയ എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്കൊരു ഗാർഡൻ ഉണ്ടെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾക്ക് എന്നും ഒരു കൃത്യം അളവിൽ വെള്ളത്തിൽ നിങ്ങൾക്ക് ആ ഗാർഡൻ വാട്ടർ ചെയ്യണം. അപ്പോൾ ഇതിനെങ്ങനെയാണ് നമ്മൾ IoT ഹെൽപ്പ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ IoTയുടെ സഹായത്തോടു കൂടെ നമുക്ക് എത്ര അളവിന് വെള്ളമാണ് വേണ്ടതെന്ന് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്തിട്ട് അത്രയും വെള്ളം മാത്രം സ്പ്ലാഷ് ചെയ്തിട്ട് അത് ഓഫ് ചെയ്യുന്ന രീതി നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഞാൻ മുമ്പ് പറഞ്ഞ സെൻസേഴ്സ്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സെൻസേഴ്സ് ജോലി എന്താണ്, ഈ കളക്ട് ചെയ്ത ഡേറ്റയും കാര്യങ്ങളും എല്ലാം ഗേറ്റ് വേയിലേക്ക് പാസ് ചെയ്യുക. അപ്പോൾ ഈ സെൻസർ എന്ത് ചെയ്യും, ഈ വാട്ടറിൻ്റെ ഈ ഡേറ്റ കളക്ട് ചെയ്തിട്ട് നമ്മുടെ ഗേറ്റ് വേയിലേക്ക് പാസ് ചെയ്യും. അതെങ്ങനെയാണ് പാസ് ചെയ്യുന്നത്, MQTTയുടെയോ HTTPയുടെയോ സഹായത്തോടുകൂടിയാണ്. ഈ MQTT എന്ന് പറയുന്ന ഒരു മെസ്സേജിങ് പ്രോട്ടോക്കോളാണ്. IoTയുടെ ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടോക്കോളാണ്. HTTP നമുക്ക് പിന്നെ അറിയാം, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു പ്രോട്ടോക്കോളിൻ്റെ സഹായത്തോടു കൂടി ഗേറ്റ് വേയിലേക്ക് ഈ ഡേറ്റ സെൻസർ പാസ് ചെയ്യും. അപ്പോൾ ഈ ഡേറ്റ റിസീവ് ചെയ്ത ഗേറ്റ് വേ എന്ത് ചെയ്യും, അത് ആ ഡാറ്റ പ്രോസസ്സ് ചെയ്തിട്ട് നേരെ ക്ലൗഡിലേക്ക് പാസ് ചെയ്യും. എങ്ങനെ പാസ് ചെയ്യും, വൈഫൈയുടെയോ ലാൻഡിൻ്റെ ഹെൽപ്പോടു കൂടി ഗേറ്റ് വേ ക്ലൗഡിലേക്ക് ഈ ഡേറ്റയെ പാസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് കാര്യം നടക്കുന്നത്. അപ്പോൾ വൺസ് ഈ നമ്മുടെ ഈ സോയിൽ ഡ്രൈ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അലേർട്ട് ആ സ്പ്രിങ്ക്ലർ സിസ്റ്റത്തിലേക്ക് പോകും. ഇവിടെ നമ്മുടെ IoT ഡിവൈസ് എന്ന് പറയുന്നത് സ്പ്രിങ്ക്ലർ സിസ്റ്റമാണ്. അപ്പോൾ അങ്ങനെ അലേർട്ട് പോവുകയും വാട്ടർ സ്പ്ലാഷ് ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്യും. ഓൾസോ നമുക്ക് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് റിപ്പോർട്ട്, അതായത് ഏത് സമയത്താണ് ഇത് ഓണായത്, എത്രത്തോളം മോയ്സ്ചർ ലെവൽ ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള പല ഡീറ്റെയിൽസും നമ്മുടെ ഫോണിലേക്ക് ഓൾസോ ഒരു റിപ്പോർട്ട് പോലെ നമുക്ക് ഈ IoT ഡിവൈസിൻ്റെ ഹെൽപ്പോടു കൂടി വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇംപ്രൂവ്ഡ് അനലിറ്റിക്സും ഡാറ്റ പ്രോസസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയും എല്ലാം കൊണ്ടും തന്നെ നമ്മുടെ ഈ ലോകത്തെ പല ഇൻഡസ്ട്രികളും ഇപ്പോൾ IoT നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. മെയിനായിട്ടും പറയുകയാണെങ്കിൽ മനുഷ്യൻ്റെ ജോലി കുറയ്ക്കാൻ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ IoT മേലെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ IoTയുടെ കാര്യത്തിൽ എടുത്തു പറയുകയാണെങ്കിൽ ധാരാളം ഇടത്ത് നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്മാർട്ട് ഹോം, സ്മാർട്ട് വാച്ച് ഉണ്ട്, ഇപ്പോൾ സ്മാർട്ട് കാർസ് ഉണ്ട്, സ്മാർട്ട് ഫാമിംഗ് വരെ ഉണ്ട്, അതുപോലെ സ്മാർട്ട് റീറ്റെയിൽ, സ്മാർട്ട് സിറ്റി, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്യൂച്ചർ ഒരു IoTയുടെ കയ്യിൽ തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. 2018 ഏകദേശം 23 മില്യൺ ഡിവൈസസ് ആണ് നമ്മുടെ IoTയിലേക്ക് കണക്ട് ചെയ്യപ്പെട്ടത്. അതായത് നമ്മുടെ ടോട്ടൽ പോപ്പുലേഷൻ്റെ ഏകദേശം മൾട്ടിപ്പിൾ ബൈ 2 അത്രയും സംഖ്യയാണ് IoT ഡിവൈസാണ് കണക്ട് ചെയ്യപ്പെട്ടത് 2018. ഇപ്പോൾ റിസർച്ചേഴ്സ് പറയുന്നത് 2025 കൂടി ഏകദേശം 80 ബില്യൺ ഡിവൈസസ്, അതായത് 23 ബില്യൺ നിന്നും ഇപ്പോൾ ഏകദേശം 80 ബില്യൺ, അതായത് നമ്മൾ അടുത്ത വർഷത്തിൽ 80 ബില്യൺ ഡിവൈസ് ആവും എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ IoT നമ്മുടെ ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ ഇവോൾവ് ചെയ്യും. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അങ്ങനെയുള്ള പല ഡീപ്പ് ലേണിംഗ് ടെക്നോളജി, മെഷീൻ ലേണിംഗ് ഒക്കെ വരുന്നതോടുകൂടെ ഇതെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിലൊരു സ്മാർട്ട് ഫ്യൂച്ചറാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ ഡിസ്കസ് ചെയ്തത് IoTയെ പറ്റിയാണ്. ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്താണെന്നാണ് നമ്മൾ നോക്കിയത്. എല്ലാവർക്കും ഒരു ചെറിയ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒരു ബേസിക്കാണ് നമ്മൾ ഉദ്ദേശിച്ചത്, ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ് IoT അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്നാൽ എന്താണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം നമ്മളിനിയും പുറകെ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഞാൻ എന്ത് വീഡിയോ ആണ് ചെയ്യേണ്ടത് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്, അതിനെപ്പറ്റി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു, ബൈ.